കാറിനുള്ളിൽ തീപിടിച്ച് റിട്ടയർഡ് സർവേ സൂപ്രണ്ട് മരിച്ചു. കൊട്ടാരക്കര ശ്രീപെരുമ്പത്തിൽ ഗോപിനാഥൻ ആണ് മാരുതി ആൾട്ടോ കാറിനുള്ളിൽ തീപിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊട്ടാരക്കര കുന്നക്കരയിൽ ICSE ക്ലബിന് സമീപത്ത് വ്യാഴാഴ്ച രാവിലെ 10 മണിക്കാണ് സംഭവം നടന്നത്. വീട്ടിൽ നിന്ന് സ്വന്തം കൃഷിയിടത്തിലേക്ക് പോകും വഴിയാണ് അപകടം. ഗോപിനാഥൻ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നുവെന്നും മറ്റ് ദുശ്ശീലങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, ബൈപ്പാസ് കഴിഞ്ഞത്. ദുശ്ശീലങ്ങളുള്ള കക്ഷിയല്ല. വണ്ടി റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടിട്ട് ഇങ്ങോട്ട് പോയപ്പോൾ വീട്ടിൽ വൈകിഞ്ഞ് കുടിക്കാൻ പോയത് കുടിക്കാൻ എടുത്തപ്പോഴാണ് മറ്റുള്ളവരൊക്കെ വിളിച്ചു എന്നുണ്ടോ ഓടി ഇറങ്ങി വന്നു. കാർ കത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അപകടം നടന്ന സ്ഥലത്ത് സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നതിനാൽ കാർ കത്തിയമരുന്നത് നാട്ടുകാർ കണ്ടെങ്കിലും കാര്യമായി എടുത്തില്ല. ഷൂട്ടിംഗിന്റെ ഭാഗമാണെന്ന് കരുതി നാട്ടുകാർ പിൻവാങ്ങി. എന്നാൽ കാറിനുള്ളിൽ നിന്ന് നിലവിളി ഉയർന്നതോടെ സമീപത്തെ പുരയിടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ കാറിന്റെ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർക്കുകയും സമീപത്തെ വീട്ടിൽ നിന്ന് വെള്ളമെടുത്ത് തീ അണയ്ക്കുകയും ചെയ്തു. തീ അണയ്ക്കാനായെങ്കിലും കാറിന് ഉൾവശവും ഗോപിനാഥന്റെ ശരീരവും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തുകയും കേസെടുക്കുകയും ചെയ്തു. കാർ കത്താനുണ്ടായ സാഹചര്യം അന്വേഷിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നാട്ടുകാരുടെ മൊഴിയെടുക്കുമെന്നും കൊട്ടാരക്കര CI GD വിജയകുമാർ പറഞ്ഞു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു. പോലീസ് പാർട്ടിയുടെ സ്ഥലത്തെത്തി. അപ്പം കാറിന്റെ ഗ്ലാസ് നാട്ടുകാർ തന്നെ കല്ലുവെച്ച് പൊട്ടിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ ഇവിടെ കിട്ടുന്ന വെള്ളവും അവരുടെ വീട്ടിലിരുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് അണയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിനകത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഒരാൾ വെന്ത് മരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി സയന്റിഫിക് എക്സ്പെർട്ടിലേക്ക് വന്ന് കൂടുതലായിട്ട് അന്വേഷണം നടത്തുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ഭാര്യ ലൈല, മക്കൾ ലിബിൻ, ലിനു, മരുമക്കൾ ദിവ്യ, സംഗീത. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.